Welcome to our Fishing Man videos. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മൊയ്ന കൾച്ചറാണ്. ഇതവണ നമ്മൾ ചെയ്യുന്നത് ഔട്ട്ഡോറിലാണ്. അതിന് പറ്റിയൊരു സ്പേസ് തപ്പി വന്നപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. മുകളിൽ ഷീറ്റൊക്കെ മെഞ്ഞതാണ്. നമുക്കിത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല നാച്ചുറൽ ആയിട്ടൊരു എഫക്റ്റും അതുപോലെ തന്നെ മുകളിൽ ഷീറ്റ് മെഞ്ഞേക്കുന്നത് കൊണ്ട് നേരിട്ട് സൂര്യപ്രകാശമോ അതുപോലെ മഴയോ ഒന്നും നമ്മുടെ ടാങ്കിലേക്ക് വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഏരിയ സെലക്ട് ചെയ്തത്. ടാങ്ക് സെറ്റ് ചെയ്യാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ബൗളാണ്. ഇത് നന്നായി വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്നത് കുറച്ച് വാഴയിലയും അതുപോലെ വെള്ളവും മാത്രമാണ്. നമുക്ക് ആദ്യം കുറച്ച് വാഴയില കളക്ട് ചെയ്യാം. അതിനെന്നെ സഹായിക്കാനായിട്ട് നമ്മുടെ ഇവാനിയ നമ്മുടെ കൂടെയുണ്ട്. ഇവാനിയയ്ക്ക് ഫിഷ് കെയറിങ്ങും മറ്റും നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവാനിയാണ് നമ്മുടെ വാഴയില കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വാഴയില സെലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇതുപോലെ വലിയ വാഴയുടെ ഇല നമ്മൾ സെലക്ട് ചെയ്യരുത്. നമ്മൾ എപ്പോഴും തൈ വാഴ ഉണ്ടെങ്കിൽ തൈവാഴയുടെ ഉണങ്ങിയ ഇല, ഇപ്പോൾ കാണുന്നത് പോലെ ഇതുപോലത്തെ ഉണങ്ങിയ ഇലയാണ് നമുക്ക് അത്യാവശ്യം. ഇനി നമുക്കിത് നന്നായി ഒന്ന് വൃത്തിയായി കഴുകിയെടുക്കണം. കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലോറിൻ വെള്ളത്തിൽ കഴുകാതെ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൽ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി കഴുകിയതിനു ശേഷം നമുക്കിനി ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ 2 ചെറിയ വാഴയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്നത് വെള്ളമാണ്. ഞാനിവിടെ കിണറ്റിലെ വെള്ളമാണ് എടുക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ബൗളിന്റെ ഒരു 1/4 പാത്രം വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിനുശേഷം ഈ വാഴയില നന്നായി മുങ്ങിക്കിടക്കാൻ പാകത്തിന് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു മോസ്കിറ്റോ നെറ്റ് വെച്ച് ഇത് അടച്ചു വെക്കുക. കാരണം കൊതുക് ഒന്നും വന്ന് മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അടച്ചു വെക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കവർ ചെയ്തിട്ട് ബാക്കി ഭാഗത്തിലേക്ക് പോകാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഈസ്റ്റ് ആണ്. അതിനായി ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഈസ്റ്റ്, നമുക്കിവിടെ ഒരു സ്പൂണിന്റെ അത് ഞാൻ ഇത്രയും ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളൂ. ഇത്രയും ഈസ്റ്റ് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അതിനുശേഷം നമുക്ക് കുറച്ചു നേരം ഒരു 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്ക് പോയി മൊയ്ന സ്റ്റാർട്ടിംഗ് കൾച്ചർ മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ പോകുന്നത് കോതമംഗലത്തുള്ള അന്ന അക്വേറിയത്തിലേക്കാണ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഷോപ്പ് തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവാനിയ അവിടെ നിന്ന് ഷോപ്പ് തുറപ്പിച്ച് കൾച്ചർ മേടിക്കാനുള്ള പ്ലാനിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. അപ്പൊ ഷോപ്പ് തുറന്നിട്ടുണ്ട്. നമുക്കിനി ഷോപ്പിലേക്ക് പോകാം. ഈ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ ഫൈറ്ററും അതുപോലെയുള്ള ഗപ്പി അതുപോലെയുള്ള എല്ലാ മീനുകളും ഇവിടുന്നാണ് ഞങ്ങൾ നേരത്തെ മുതൽ മേടിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ നീറ്റായി കൊണ്ടുകൊടുക്കുന്ന ഫിഷസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതും നല്ല വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇവിടെ ഫിഷിനെ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ മൊയ്ന കൾച്ചർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്ങിനായിട്ടുള്ള മൊയ്ന കൾച്ചർ. കൂട്ടത്തിൽ കണ്ടപ്പോൾ നമ്മൾ 2 ഫൈറ്റർ ഫിഷിനെയും കൂടി മേടിക്കുന്നുണ്ട്. ഇവാനിക്ക് ഇഷ്ടപ്പെട്ട 2 ഫൈറ്ററിനെയും കൂടി നമ്മളിവിടെ മേടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൊയ്നിയും അതുപോലെ നമ്മുടെ ഫൈറ്റർ കൂട്ടന്മാരും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളിവിടെ നേരത്തെ ഇട്ട് വെച്ചിരുന്ന ഈസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് നന്നായി ഇളക്കിയതിനു ശേഷം നമുക്കിനി ഇത് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ വേണം നമുക്ക് ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കുവാനായി. ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആവശ്യത്തിന് ഈസ്റ്റ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളത്തിന് ഒരു ചെറിയ വൈറ്റ് കളർ ആവുന്നത് വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ മേടിച്ചുകൊണ്ട് വന്ന മൊയ്ന കൾച്ചർ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ മൊയ്ന കൾച്ചർ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതാണ് നമ്മൾ മേടിച്ച 2 ഫൈറ്റർ ഫിഷ്. രണ്ടും ഫീമെയിലാണ്, ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇനി നമുക്ക് മൊയ്ന കൾച്ചർ നമ്മുടെ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ചെറിയ തരി പോലെ നമുക്ക് ഇതിലൂടെ മൊയ്ന ഓടി നടക്കുന്നത് കാണാൻ കഴിയും. ഇനി നമുക്ക് ഇതെന്നും രാവിലെ നമുക്ക് ഈസ്റ്റ് ഇട്ട് ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 7 ദിവസം ഇതുപോലെ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് മൊയ്നയെ കിട്ടുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു നെറ്റ് ഇട്ട് മൂടിയതിന് ശേഷം നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് വീണ്ടും ഫീഡ് ചെയ്യേണ്ടതുണ്ട്. സെക്കൻഡ് ഡേ ഫീഡിങ്ങിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഡേ എടുത്ത് അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഈസ്റ്റ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി നല്ല രീതിയിൽ ഈസ്റ്റ് വെള്ളത്തിലേക്ക് അലിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് രാവിലെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഡേനേക്കായും മൊയ്ന നമുക്ക് ഇച്ചിരിയും കൂടി ക്വാണ്ടിറ്റി കൂടിയതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കൊരു 7 ദിവസം ഫീഡ് ചെയ്യിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല എമൗണ്ട് മൊയ്നയെ നമുക്ക് കിട്ടുന്നതാണ്. ഫൈറ്റർ ഫിഷിനെയും അതുപോലെ ഗപ്പീനെയും ഒക്കെ വളർത്തുന്നവർക്ക് നല്ല ഉപകാരമുള്ള ഒരു കൾച്ചറാണിത്. മൊയ്ന നമ്മുടെ ലൈഫ് ഫീഡായിട്ട് മീനുകൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണിത്. അതുപോലെ തന്നെ ഇതൊക്കെ കൊടുത്താൽ മീനുകൾക്ക് നല്ല ഹെൽത്തി ആയി നല്ല പ്രോട്ടീനുമായിട്ട് നല്ല ഗ്രോത്ത് ഉള്ള മീനുകൾ നമുക്ക് കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.